ഹായ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറുതെ ജസ്റ്റ് ഷൂട്ട് ചെയ്ത് വെച്ച ഒരു വീഡിയോ ആണ്. ഇടണോ വേണ്ടയോ എന്നുള്ളൊരു സംശയത്തിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ ഞാനൊരു വ്ളോഗായിട്ടോ ഒന്നും ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല. മാത്രമല്ല ഒരു വോയിസ് ഓവർ ചെയ്തിട്ട് പോലും ഇല്ല. ഈ ഒരു വീഡിയോന് തന്നെ ഞാൻ വോയിസ് ഓവർ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇത് ചെയ്യുന്നത്. വോയിസ് ഓവർ എത്ര ചെയ്തിട്ടും എനിക്ക് അത് ഓക്കെ ആണോ എന്നുള്ളൊരു ഡൗട്ട് കൊണ്ട് ഞാൻ പിന്നെയും വോയിസ് ഓവർ ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചപ്പാത്തിയും പൊട്ടറ്റോ ബാജിയുമാണ് അമ്മ ആക്കി വെച്ചത്. അമ്മയാണ്, ഞാൻ ഇപ്പോൾ അമ്മേൻ്റെ അടുത്താണ് ഉള്ളത്. അതുകൊണ്ട് അമ്മ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അമ്മ തന്നെ ചെയ്യും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞാൻ ഇലൂന് ഡെയിലി ഇങ്ങനെ ഒരു റൊട്ടീനൊന്നും ഇല്ല, എന്താ ഉള്ളത് അത് കൊടുക്കും. അപ്പോൾ ഇന്ന് ഞാൻ കൊടുക്കുന്നത് പഴം പശു നെയ്യിൽ വാട്ടിയിട്ട് ഞാൻ അവൾക്ക് കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് അവൾ കുളിച്ചു. ഉച്ചയ്ക്ക് മുമ്പായിട്ട്, ഭക്ഷണത്തിന് മുമ്പായിട്ട് ഒരു ഉറക്കമുണ്ട്. അത് ചില സമയത്ത് ഉറങ്ങുമൊന്നുമില്ല, ചില സമയത്ത് ഉറങ്ങും. അങ്ങനെ അവൾ ഉറങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, ഇവിടെ മെഷീനൊക്കെ ഉണ്ട്, അമ്മേൻ്റെ അടുത്ത് മെഷീനുണ്ട്, അങ്ങാണെങ്കിലും മെഷീനുണ്ട്, അവിടുത്തെ അമ്മയും തയ്ക്കും. അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു പാൻറ്റ് തയ്ക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാം. ഇത് ഞാൻ ജസ്റ്റ് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയതാണ്. തൈര്, കാപ്പിപ്പൊടി, പിന്നെ ലേശം പിഞ്ച് ഓഫ് മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് ലെമൺ ജ്യൂസും ചേർത്തിട്ട് തേച്ചതാണിത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ തയ്യൽ പഠിച്ചിട്ടൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫാഷൻ ഡിസൈനിങ് പഠിക്കാനും പിന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഒരു ടൈം അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പഠിച്ചിട്ടില്ല. സാഹചര്യം എന്ന് പറഞ്ഞാൽ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ വീട്ടിൽ താല്പര്യമില്ലായിരുന്നു. ഡിഗ്രി ചെയ്യണം എന്ന് പറഞ്ഞാൽ ഡിഗ്രിക്ക് പോയി. അങ്ങനെ ആ ഒരു ടൈം അങ്ങനെയാണല്ലോ, നമ്മൾ എന്താഗ്രഹിക്കുന്നോ, നമ്മളിപ്പോൾ എന്ത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നോ വീട്ടിൽ സമ്മതിക്കുന്ന പോലെയാണല്ലോ ആ ഒരു സമയത്ത് നമ്മൾക്ക്. 90s കിഡ്സിൻ്റെ എല്ലാവരുടെയും അവസ്ഥ അങ്ങനെ തന്നെ. ഇപ്പോൾ ആണല്ലോ ഒരുപാട് ഓപ്ഷൻസും, കുട്ടികൾ എന്താ താല്പര്യം അതിന് പഠിക്കാൻ പോയിക്കോട്ടെ എന്നുള്ളൊരു തീരുമാനമൊക്കെ ഇപ്പോൾ ആണല്ലോ പാരൻസ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഇനിയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇനിയും പഠിക്കാം. നമുക്ക് പഠിക്കുന്ന കാര്യത്തിന് ഏജ് ലിമിറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പം നമുക്ക് ഇനിയും മുന്നോട്ട് ടൈമുണ്ട്. ഫാഷൻ ഡിസൈനിങ് ആണെങ്കിലും ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാനാണെങ്കിലും. അപ്പം ഞാൻ അത് ഭാവിയിൽ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ വരാന്തയിൽ അവിടെ ഇരുന്നു. വരാന്തയിൽ അവിടെ പ്ലാന്റ്സൊക്കെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കിളിയുണ്ട് കൂട് കെട്ടിയിട്ട്. അവൾ അതിനെയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും, കിളിക്കൂടൊക്കെ നോക്കി ഇരുന്ന് ആപ്പിൾ കഴിച്ചു. അപ്പോഴത്തേക്ക് അമ്മമ്മ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ലേശം അട ഉണ്ടാക്കാമെന്ന്. തേങ്ങയും വെല്ലമൊക്കെ നിറച്ചിട്ടുള്ള അടയില്ലേ, അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അട പരിപാടിയിലാണ് അമ്മമ്മ. എന്നും വൈകുന്നേരം എന്തേലും ചായക്ക് എന്തേലും അമ്മ പ്രിപ്പയർ ചെയ്യും. ഇന്ന് അടയാണ് ആക്കുന്നത്. അങ്ങനെ അട നല്ല സൂപ്പറായിട്ട് അമ്മ അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അടയുണ്ടാക്കാൻ ഉപയോഗിച്ചത് റവയും മൈദയും ചേർത്താണ് മിക്സ് ചെയ്തത്. നമുക്ക് അരിപ്പൊടി വേണമെങ്കിൽ അരിപ്പൊടി കൊണ്ടും ആട്ടപ്പൊടി കൊണ്ടും ഉണ്ടാക്കാം. നല്ല ടേസ്റ്റായിരുന്നു, കുഴപ്പമൊന്നുമില്ല. നമ്മൾ അരിപ്പൊടി കൊണ്ട് തന്നെ ഉണ്ടാക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിലൂനും നല്ല ഇഷ്ടമായി, അവളും നല്ലോണം കഴിച്ചിരുന്നേ. അങ്ങനെ നമ്മൾ അടപ്പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ നൈറ്റിലേക്ക് ഡിന്നറിന് നമ്മളങ്ങനെ വേറെ ഡയറ്റും കാര്യങ്ങളും അങ്ങനെയൊന്നും നോക്കാറൊന്നുമില്ല. ചപ്പാത്തി, ചില വീട്ടിലൊക്കെ ചപ്പാത്തി ആയിരിക്കും നൈറ്റ് ഉണ്ടാക്കുക ഡിന്നറിന്. പക്ഷേ ഇങ്ങനെ നമ്മളങ്ങനെ ചപ്പാത്തിയോ ഒന്നും വേറെ കുക്ക് ചെയ്യാറില്ല. അപ്പോൾ നമ്മളിന്ന് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ വർഷത്തെ ലാസ്റ്റ് ചക്കപ്പുഴുക്ക്. എന്താ വെച്ചാൽ ചക്ക തീർന്നു, മഴയൊക്കെ ആയതുകൊണ്ട് ചക്ക തീർന്നു. അപ്പം ഈ വർഷത്തെ ലാസ്റ്റത്തെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ സാധാരണ കുക്കറിൽ തന്നെയാണ് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാറ്. അങ്ങനെ വേറെ പാത്രത്തിലോട്ടൊന്നും ആക്കാറില്ല. ചക്കപ്പുഴുക്ക് കുക്കറിൽ തന്നെ അടിച്ച് അതിലോട്ട് വറുത്തിടാനാണ്. അങ്ങനെ ചക്കപ്പുഴുക്കിൻ്റെ പണി കഴിഞ്ഞപ്പം ലേശം മീൻകറി സെറ്റാക്കാമെന്ന് വിചാരിച്ചു. നത്തലുണ്ടായിരുന്നു. നത്തൽ മുളകിട്ട, ചില സ്ഥലങ്ങളിൽ മൊളീഷ്യൻ എന്ന് പറയും, നമ്മളെല്ലാം മുളകിട്ടത് എന്നാണ് പറയാറ്. അപ്പം നത്തൽ മുളകിട്ട കറിയാക്കാമെന്ന് വിചാരിച്ചു. ചക്കയും മീൻ കറിയും കൂട്ടി കഴിക്കണം.
ചോറുണ്ട്, ചോറ് വേണ്ടുന്നവർക്ക് ചോറ് കഴിക്കാം, ചക്ക വേണ്ടുന്നവർക്ക് ചക്ക കഴിക്കാം. അങ്ങനെ മീൻകറി ഞാനാ സെറ്റാക്കിയത്. എനിക്ക് ഈ നോൺ വെജുകൾ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. മീനാണെങ്കിലും ചിക്കനാണെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇവിടെയാണെങ്കിലും വീട്ടിലാണെങ്കിൽ ഞാൻ തന്നെയാണ് നോൺ വെജും ഒക്കെ കൊണ്ടുവരുവാണെങ്കിൽ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഡിന്നർ പരിപാടികളെല്ലാം കഴിഞ്ഞ് അടുക്കള പൂട്ടി നമ്മൾ കിടന്നുറങ്ങേണ്ട പരിപാടിയിലാണ്. നിലു സാധാരണ ഇങ്ങനെ ഉറങ്ങാറൊന്നുമില്ല. ചില സമയത്ത് നല്ല ഉറക്ക് വന്നതാണെങ്കിൽ മാത്രമേ അവൾ ഇങ്ങനെയൊക്കെ കിടന്നാൽ ഉറങ്ങൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വ്ളോഗ് എടുക്കുന്നതും ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിടുന്നതും ഒക്കെ. അപ്പോൾ എന്തെങ്കിലും തെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.